12 ടീമുകളും 11 ടീമും എലൈവാണ്. ലിറ്ററലി ഒരു പ്ലെയർ മാത്രമേ മാഫിയയ്ക്കുള്ളൂ. ആൻഡ് സ്റ്റിൽ വി ക്യാൻ കൗണ്ട് ആസ് എ ടീം. 12 ടീമിൽ 12 ടീമും എലൈവായിട്ട് 108 പ്ലേയേഴ്സായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. ആൻഡ് ഈസിയിൽ ഒരു പ്ലെയർ നോക്കിയാൽ അവിടെ വൈപ്പ് ഓഫ് ആയി. അതേപോലെ സി എമ്മിലും കാഷ്വാലിറ്റീസ് ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റാലിയ ട്രൈങ് ടു ഗെറ്റ് ഔട്ട് സൈഡ് ഓഫ് ദ പ്രിസൺ. അവർക്ക് സോൺ ഔട്ടിലേക്ക് പോയേ പറ്റത്തുള്ളൂ. 2 ടീമും സോണിലേക്ക് പോകണം. ഈ ഒരു ഫൈറ്റ് ഈസിയും ഇറ്റാലിയയും എത്ര നേരം ഹോൾഡ് ചെയ്യും എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം. ഇറ്റാലിയെ കംപ്ലീറ്റ്ലി ട്രാപ്പ് ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ ഈസിക്കും സോണിലേക്ക് പോകണം, അതുപോലെ ഇറ്റാലിയക്കും സോണിലേക്ക് പോകണം. രണ്ടുപേരുടെയും പ്ലാൻ എന്താണെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. രണ്ടുപേര് സോൺ ഡാമേജ് എടുത്തുകൊണ്ടിരിക്കുന്നു. ഇറ്റാലിയ അപ്പുറത്തെ സൈഡിൽ കൂടെ എങ്ങനെയാലും ചാടി ഇറങ്ങാൻ പറ്റുമെന്നുള്ള രീതിയിൽ വഴിവെട്ടാനുള്ള ശ്രമം നോക്കിക്കൊണ്ടിരിക്കുന്നു ഇറ്റാലിയ. രണ്ടുപേരും ഹീൽ ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഈസി വേഴ്സസ് ഇറ്റാലിയ. വലുതായിട്ടൊരു ഡാമേജ് കൊടുക്കാത്തതുകൊണ്ട് തന്നെ അവര് സോൺ ആ ഒരു ഹീൽ ബാറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഫ്ലഫി ഒരു നോക്ക് എടുക്കുന്നു. ഫ്ലഫി 2 നോക്ക് എടുക്കുന്നു. 2 നോക്ക് എടുത്തിരിക്കുന്നു ഫ്ലഫി. 2 നോക്കും ഫിനിഷ് ഓഫ് ആക്കി കളയുന്നു. CM വേഴ്സസ് RSH7. CM വേഴ്സസ് RSH7 നോക്കണമെങ്കിൽ CM ബാക്ക് ഓഫ് ചെയ്യാൻ നോക്കുന്നു. പക്ഷേ RSH7 ആ ഒരു കില്ല് വേണം തന്നെ ഉള്ള രീതിയിൽ തന്നെ പുഷ് ചെയ്ത് കയറി വരാൻ നോക്കുന്നു. പക്ഷേ വീണ്ടും തിരിച്ച് ബാക്ക് ഓഫ് ചെയ്യുന്നു. RSH7 ആ ഒരു ഫൈറ്റ് എടുക്കാൻ നോക്കുന്നില്ല. സോ എന്തായാലും പോയിന്റ് എന്തായാലും വേണം. അതുകൊണ്ട് തന്നെ മണ്ടത്തരം കാണിച്ച് പോയിന്റ് എടുക്കുന്നില്ല നമ്മൾ എന്നൊന്ന് പറഞ്ഞുകൊണ്ട് RSH7 ബാക്ക് ഓഫ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് നോക്കാം CMലെ ആ ഒരു 2 പിക്ക് RSH7. എന്തായാലും ഈസി അവിടുന്ന് ലീവ് ചെയ്യാനുള്ള പ്ലാൻ ആണെന്ന് തോന്നുന്നു. സോ ഈസി അവിടുന്ന് ലീവ് ചെയ്യാനുള്ള കോളാണോ? അല്ല, ഈസി സ്റ്റിൽ ലീവ് ചെയ്തിട്ടില്ല. ഇറ്റാലിയ വെയിറ്റിംഗ്. ഇറ്റാലിയ അവിടെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. എനിക്ക് തോന്നുന്നു ഒരാൾ മാത്രം പൊസിഷൻ ടേബിളിൽ കയറാൻ വേണ്ടി പോവാണെന്ന് തോന്നുന്നു. ഒരാൾ മാത്രം, ബാക്കി എല്ലാവരും ബലിയാടാവാനാണോ ചാൻസ്? ഈസി ലീവ് ചെയ്യണം തോന്നുന്നു. ഈസി ലീവ് ചെയ്യണം. അതെ, ഈസി ലീവിങ്. ഈസി അവിടുന്ന് ലീവ് ചെയ്യുവാണ്. ലീവ് ചെയ്യുന്ന പോലെ കാണിച്ചിട്ട് അടിക്കാനാണോ അതോ ലീവ് ചെയ്യുകയാണ്? അല്ല, ഈസി അവിടുന്ന് ലീവ് ചെയ്യുവാണ്. ഓക്കെ. സോ ഫൈനലി ഈസി അവിടുന്ന് ലീവ് ചെയ്തിട്ടുണ്ട്. സോ സോണിലേക്ക് പോയേ പറ്റത്തുള്ളൂ. 2 ടീമുകൾക്കും. അല്ലെങ്കിൽ ഇനി നല്ല ഡാമേജ് എടുക്കും. നല്ല ഡാമേജുകൾ 3 മിനിറ്റ് 2 മിനിറ്റും 54 സെക്കൻഡുമാണ് സോൺ ഹോൾഡ് ഉള്ളത്. അടുത്തൊരു സോണോട് ടച്ച് ആകുമ്പോഴത്തേക്കിന് അവർക്ക് നല്ല രീതിയിൽ അത് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. ഈസി അവിടുന്ന് ലീവ് ആയിട്ടുണ്ട്. CMന്റെ തൊട്ടടുത്ത് തന്നെ DLX എടുത്തിട്ടുണ്ട്. ഈ DLX എന്തായാലും CMന്റെ പിറകെ തന്നെ വരുന്നുണ്ട്. RSH7 ആയിരുന്നു ഇത്ര നേരം CMന്റെ പിറകിൽ. പക്ഷേ RSH7ന്റെ സെക്കൻഡ് ലൈനപ്പ് DLX CMന്റെ പിറകെ വരുന്നുണ്ട്. നമുക്ക് നോക്കാം. സോ ഫൈനൽ മാച്ച്. ബ്ലാക്ക് സ്ക്വാഡ് അടുത്തേക്ക് Z30 അവിടെ ഈസിയിലെ നരിയെ നോക്കാക്കുന്നു. ഈസി വീണിരിക്കുന്നു. അവിടെ നരി വീണു. ഈസി വേഴ്സസ് Z30 ആയിട്ടുണ്ട്. അവിടെ ഈസിയിൽ ഒരു പ്ലെയർ കൂടെ വീണിരുന്നു. 8 പ്ലേയേഴ്സിനെ വെച്ച് കളിക്കേണ്ട സിറ്റുവേഷൻ ആയിരിക്കുന്നു ഈസിക്ക്. ബ്ലാക്ക് സ്ക്വാഡ് നോക്കുകയാണെങ്കിൽ CMനെ പോവാൻ വേണ്ടി നോക്കി. ഇല്ല CM അറിഞ്ഞിട്ടില്ല. തൊട്ട് പിറകെ തന്നെ BS കാത്തിരിക്കുന്നു പുലിയെ പോലെ. CMനെ ടൈം കിട്ടുമ്പോ കേറി കടിക്കാൻ. സോ കടിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു CMന്റെ മിക്കവാറും ഓക്കെ. കണ്ടു, ഒരു പ്ലെയറിനെ കണ്ടിട്ട് തിരിച്ചു പോയി. ഇവിടെ ഇവന്മാർ 50 പേരോട് കളിച്ച് കണ്ടില്ലേ? ഫ്ലാറ്റ് മാറിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുകാരെയും വിളിച്ചുകൊണ്ട് തിരിച്ചു വരുന്നു ബ്ലാക്ക് സ്ക്വാഡിനെ അടിക്കാൻ. ബ്ലാക്ക് സ്ക്വാഡ് വേഴ്സസ് CMന് നല്ല ടാഗ് കിട്ടുന്നു. സാത്താൻ താഴെ വീഴാനുള്ള സാധനം എന്റെ ഉമ്മ മേടിച്ചിട്ട് പോയതാണ്. ഓക്കെ, മേടിച്ച് താഴെ വീണു. സോ ബ്ലാക്ക് സ്ക്വാഡിലെ സാത്താൻ അവിടെ താഴെ വീഴുന്നു. നമുക്ക് നോക്കാം എന്ത് സംഭവിക്കാം. ആൻഡ് KVA വേഴ്സസ് CM. അവിടെ സാത്താൻ ഒറ്റയ്ക്കാവാനുള്ള ചാൻസസ് ഉണ്ട്. നമുക്ക് നോക്കാം എന്തും സംഭവിക്കാം. സാത്താൻ കയറാൻ പറ്റുന്നില്ല. കയറാൻ പറ്റിയില്ല. സാത്താൻ അവിടെ നിന്ന് അടിച്ചൊരു നോക്ക് എടുക്കൂ. സാത്താൻ ഒരു നോക്കിന് വേണ്ടി ട്രൈ ചെയ്യോ? ഇല്ല, അടിച്ചില്ല. ക്യൂബൻ അവിടെ ആദ്യത്തെ നോക്ക് എടുക്കുന്നു. ക്യൂബൻ ആദ്യത്തെ നോക്ക് എടുത്തു. രണ്ടാമത്തെ ആൾക്ക് മെർസാക്കറിന് നല്ല ടാഗ് കൊടുത്തിട്ടുണ്ട്. ഹീൽ ചെയ്ത് ഓടുകയാണ്. ആൻഡ് ക്യൂബൻ ആ നോക്ക് ഫിനിഷ് ഓഫ് ചെയ്യുന്നു.
നോക്കുവാണെങ്കിൽ നല്ല പോലെ തന്നെ ടാഗ് കയറുന്നുണ്ട്. ബ്ലാക്ക് സ്കോഡ് പിറകെ പോയി തന്നെ പിടിക്കുന്നുണ്ട്. സിഎമ്മിന് വെറുതെ വിടുന്നില്ല. ബ്ലാക്ക് സ്കോഡ് നോക്കുകയാണെങ്കിൽ നല്ല ടാഗ് കറുപ്പ് ഒരു പിക്ക് എടുക്കുന്നുണ്ട്. കറുപ്പിന്റെ വക പിക്ക് സിഎമ്മിന് നല്ല പോലെ ടാഗ് ചെയ്തിട്ടുണ്ട്. 3 പേരാണ് ഇനി ബാക്കിയുള്ളത്. സിഎമ്മിനല്ല 5 പേരാണ് ബാക്കിയുള്ളത്. സിഎമ്മിന് നോക്കുവാണെങ്കിൽ നല്ല പോലെ ടാഗ് കൊടുക്കുന്നത് ടാഗ് ഇടുന്നത്. വിടാതെ പിടിക്കുന്നുണ്ട് ബ്ലാക്ക് സ്കോഡ്. ബ്ലാക്ക് സ്കോഡ് ഒരു നല്ല പോലെ തന്നെ പോയിന്റ് ടേബിൾ കയറാൻ തന്നെയാണ് ഇരിക്കുന്നത്. പിറകെ ഓടിയിട്ട് അടിക്കാണ് ബ്ലാക്ക് സ്കോഡ് നോക്കുന്നത്. പുറകിലാരോ വരുന്നു അവരുടെ സിഎം ബ്ലാക്ക് സ്കോഡിന്റെ പുറകിൽ പാക്കു അവിടെ അല്ല താഴെ അതിന്റെ ബാക്കിൽ DLX-ഉം വരുന്നുണ്ട്. ഇവിടെ വേറെ ഉണ്ട്. മാസും DLX-ഉം സിഎമ്മും BS-ഉം പാക്കുവിന്റെ കണ്ണും എല്ലാം നമ്മൾ ഇവിടെ കടതൊട്ട്. പക്ഷേ പാക്കു മാത്രം കാണുന്നില്ല. DLS വേഴ്സസ് ബ്ലാക്ക് സ്കോഡ് നടക്കുമ്പോ നമുക്ക് കണ്ടറിയാം. പോയിന്റ് ടേബിളിൽ അടുത്തടുത്ത് നിൽക്കുന്ന സിഎമ്മില് പറഞ്ഞോ സിഎം ഹൈഡ്ര BS ഹൈഡ്ര ഒരു പിക്ക് എടുക്കുന്നുണ്ട്. പക്ഷേ DLX കറക്റ്റ് ടൈമിൽ തന്നെ പിറകിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ഫൈറ്റ് എടുക്കാൻ പോകുന്ന DLX. പക്ഷേ ആ ഒരു ടൈമിൽ മാസ് തേർഡ് പാർട്ടി എടുക്കാൻ വരും നമുക്ക് കണ്ടറിയാം. ബ്ലാക്ക് സ്കോഡ് പിറകിലോട്ട് നോക്കുവാണെങ്കിൽ പോയിന്റ് ടേബിളിൽ RSS7X DLX ആണ് ടോപ്പ് ഓഫ് ദ ഫ്രാഗ് വെക്കുന്നത്. 7 ഫ്രാഗോട് കൂടി RSS7X DLX ആണ് ഏറ്റവും കൂടുതൽ ഫ്രാഗ് സെക്യൂർ ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ നോക്കുക ഇവർക്ക്. അതിന്റെ പുറകെ KVA വരുന്നു പുറകെ കൂടെ. KVA അല്ലേ അത്? ലെഫ്റ്റിൽ നോക്ക്. എന്റെ പൊന്ന് പാക്കു. ഇവിടെ ഒരു ഫൈറ്റ് TVA ഒരു ഫൈറ്റ് നടക്കാനുള്ള ചാൻസ്. രണ്ടുപേരും ബ്ലാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻസ് വരാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. BS വിറ്റോ അവിടെ DLX-ലെ ഒരു പ്ലെയറിനെ നോക്കാക്കി ഫിനിഷ് ആക്കിയിട്ടില്ല. ഓക്കെ, സോണില് മാസ് അൻപാൻ വീഴുന്നു. വിറ്റോ അവിടുത്തെ DLX-ലെ ഗ്രീസ്മാനെ അവിടെ വിറ്റോ ഫിനിഷ് ഓഫ് ആക്കി വിടുന്നു. KVA DLX-നെ ഫോളോ ചെയ്യുന്നു. DLX-നെ ഫോളോ ചെയ്ത് RC7 വരുന്നു സെയിം ലൊക്കേഷനിലോട്ട്. എന്റെ പൊന്ന്, അതിന്റെ ഇടയ്ക്കോട്ട് ബ്ലാക്ക് സ്കോഡും. ഇവിടെ ഒരു പെരുന്നാൾ അടിക്കുള്ള സാധ്യത. ഞാൻ പറഞ്ഞില്ല, ഞാൻ ആ മാഫിയയിൽ ഇവനോട് മിണ്ടത്തില്ല. ഇവ സോണൗട്ടിൽ ഇപ്പോഴും ഇരിക്കുവാണ് ചാവാതെ. ഉറപ്പായിട്ട് ഞാൻ അവനെ അടുത്ത ടൂർണമെന്റിൽ മിണ്ടത്തില്ല. അവൻ ലോബി വന്നാലും അവൻ ഇപ്പോഴും മാഫിയയിലെ അവസാനത്തെ പ്ലെയർ സോണിന് വെളിയിൽ ഇരിക്കുന്നു. ഈൽ ബാറ്റിലാണെന്ന് തോന്നുന്നു. ഇറ്റാലിയ ഒന്ന് സ്പെക്ക് ചെയ്യണം. ഇറ്റാലിയ കുറെ പേര് ചോദിക്കുന്നുണ്ട്. ഇറ്റാലിയ ഒന്ന് അവരവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് സോണിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇറ്റാലിയ മഞ്ഞാന്ന് തോന്നുന്നു. ഇറ്റാലിയ സോണിലേക്ക് എത്തിയിരിക്കുന്നു. ഇറ്റാലിയ ഫൈനലി അവര് ഹീൽ ബാറ്റിൽ സോണിലെത്തിയിരിക്കുന്നു. സോൺ ടിപ്പിലേക്ക് എത്തിയിരിക്കുന്നു ഇറ്റാലിയ അവിടെ തൊട്ട് ബാക്കിൽ Z30 ബാക്കിലേക്ക് ഇറ്റാലിയ എത്തുന്നുണ്ട്. പക്ഷെ വീണ്ടും സോൺ മാറിയിരിക്കുന്നു. ഇറ്റാലിയക്ക് വീണ്ടും കുറെ ദൂരം പോകേണ്ട സിറ്റുവേഷൻ ആയിരിക്കുന്നു. വീണ്ടും അവിടെ അടുത്ത സോൺ മാറി. പക്ഷേ ഒരു 3 മിനിറ്റ് സോൺ ഹോൾഡ് ഉള്ളത് കൊണ്ട് അവർക്ക് ആശ്വാസമുണ്ട്. അടുത്ത സോണിലേക്ക് അവർക്ക് ഓടിക്കയറാം. സാഗുരു ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ മെമ്പർഷിപ്പ് ഗൈസ്. അതുപോലെ സാഗുരുവിന്റെ പുതിയ സെർവർ വന്നിട്ടുണ്ട്. നമ്മുടെ RDR സെർവർ അവരുടെ സെർവർ വന്നിട്ടുണ്ടായിരുന്നു. സെർവറിന്റെ പേര് ഇത് അതിന്റെ പേര് മറന്നുപോയി ഞാൻ. ഇന്ത്യാന സിറ്റിസൺ ഓഫ് ഇന്ത്യാന എന്നാണ് RDR സെർവറിന്റെ പേരെന്ന് പറയുന്നത്. നിങ്ങൾക്ക് മലയാളത്തിൽ RDR കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡു ജോയിൻ ഗൈസ്. ആൻഡ് ഇവിടെ BS വേഴ്സസ് മാസ് നടക്കാനുള്ള ചാൻസ്. മാസാണ് കണ്ടോണ്ടിരിക്കുന്ന. മാസിനോ BS നോക്കുകയാണെങ്കിൽ നല്ല പോലെ ടാഗറുണ്ട്. കറുപ്പിന് നല്ല പോലെ ടാഗറുണ്ട്. കറുപ്പിന് നോക്കുകയാണെങ്കിൽ ഹെൽത്ത് നല്ല പോലെ കുറഞ്ഞിട്ട് പറപ്പ് വീഴുമോ എന്ന് കണ്ടറിയാം. മാസിന്റെ ഒരു മാസ് പിക്കാണോ നമ്മൾ കാണുന്നത് പോലെ. കറുപ്പ് എന്തായാലും കറക്റ്റിന്റെ ഒരു സ്മോക്ക് ഇട്ടിട്ട് ആ ഒരു കവറിൽ കയറി ഓടിയിട്ടുണ്ട്. BS എന്തായാലും താഴോട്ട് പോയിട്ടുണ്ട്. മാസ് ഈ ഒരു മൗണ്ടനിലെ സോൺ വരും എന്നുള്ളൊരു ഇതിലാണ് മാസ് ഹൈറ്റ് അഡ്വാൻറ്റേജ് പിടിച്ചു വെച്ചിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ. 12 ടീമും 100 പ്ലേയേഴ്സാണ് ലൈവ് ഉള്ളത്. 100 പ്ലേയേഴ്സും വീണ്ടും ഒരു മൗണ്ടൻ സോൺ ആയിരിക്കുമോ ഇത്? സിഎമ്മിലെ രണ്ടാവന്മാര് മേളിൽ മലയിൽ കയറി നിപ്പുണ്ട്. നമുക്ക് നോക്കാം എന്തായാലും. കത്തിരിക്കാന്നൊക്കെ പറയണത് പോലെ. സ്റ്റിങ്ങറുണ്ട്. അപ്പൊ Z30 നടക്കുന്നു. TV മസ്റ്റിനീടാണ്. പക്ഷെ ഡോർക്കി അവിടെ വീണു. ഡോർക്കി വീണു അവിടെ. ടിവിക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടുമോ? ഡോർക്കി അവിടെ ഫിനിഷ് ഓഫ് ആക്കി കളയുന്നു. Z30 റൊട്ടേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ബാക്കിൽ എത്തി ഡെവിൻ എത്തി അവിടെ. ഡെവിൻ അവിടെ എത്തിയിരിക്കുന്നു.
ആൻഡ് ഇവിടെ ടിവിക്ക് പണി പാളാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. നമുക്ക് നോക്കാം. ഡെവിനെ ഇറ്റാച്ചി നോക്കാക്കുന്നു. ഡെവിനെ അവിടെ ഇറ്റാച്ചി നോക്കായി. ഡോർക്കി അവിടെ ഫിനിഷ് ഓഫ് ആയി പോയി ടിവിക്ക്. ഡെവിനെ അവിടെ നിന്ന് റിവൈവ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കാര്യം നോക്കാം. ഇല്ല, ഡിവൈനെ അവിടെ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇറ്റാച്ചി സെക്യൂറിങ് അനദർ കിൽ ഫോർ ടി വസ്രേൽ അവിടെ നീൽഗോട്ടിനെ നോക്കിയിരുന്നു. ടി വസ്രേൽ അവിടെ നീൽഗോട്ടിനെ നോക്കിയിരുന്നു. നമുക്ക് ടോറസിന് നല്ല ടാഗ് കിട്ടുന്നുണ്ട്. നമുക്ക് നോക്കാം ഈ ആരാണ് അഗ്രസീവായിട്ട് ഒരു ഫൈറ്റ് എടുക്കുന്നതെന്ന്. Z30 പുഷ് ചെയ്ത് പോകാനുള്ള പ്ലാൻ ആണെന്ന് തോന്നുന്നു. ആൻഡ് ടിവിയുടെ പ്ലേസിന് നീലിന് പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നീലിന് നല്ല ടാഗ് കിട്ടി. ഒരു ഹയർ ആംഗിൾ അവർ വിട്ടുകൊടുത്തു. സാവേജ് താഴെ വീണിട്ടുണ്ട്. സാവേജ് നോക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. സ്റ്റീവ് അസ്രേൽ അവിടെ നീൽഗോട്ടിനെ ഫിനിഷ് ഓഫ് ചെയ്ത് കളയുന്നു. ആൻഡ് താഴെ ഇറങ്ങി ഫൈറ്റ് എടുക്കാൻ പക്ഷേ ഒരു ഹയർ ആംഗിൾ എടുത്തിട്ടുണ്ട്. അവിടെ സീക്കോ അവിടെ വീഴുന്നു. ജുഗ്രുവിന്റെ മുഖ നല്ല Z30 ആന്റണി അവിടെ വീഴുന്നുണ്ട്. ആൻഡ് 2 പ്ലേസ് ഹയർ ആംഗിൾ എടുത്തിട്ടുണ്ട്. നല്ല ടാഗ് ഇട്ടാലും പക്ഷേ ഇൻസ്റ്റന്റ് അവിടെ ഒരു റിവൈവൽ വരാനുള്ള ചാൻസ് ഉണ്ട്. നീലകണ്ഠൻ നല്ല ടാഗ് കൊടുക്കുന്നു. ടോറസ് അവിടെ വീഴാനുള്ള ചാൻസ് ഉണ്ടോ? നീലകണ്ഠൻ അവിടെ ജുഗ്രുവിനെ നോക്കാക്കുന്നു. നീലകണ്ഠൻ വീഴാനുള്ള ചാൻസ് ഉണ്ട്. നീലകണ്ഠൻ വീണു. ടിവിക്ക് 3 പ്ലേയേഴ്സ് ഫിനിഷ് ഓഫ് ആയി പോകുന്നു. ആൻഡ് ടിവിയെ വേഴ്സസ് Z30. ഇറ്റാച്ചി തിരിച്ചു വന്നിട്ടുണ്ട്. ഫെക്സറിനെ അടിക്കുന്നുണ്ട്. മാസ് ബുള്ളോപ്പി അവിടെ ഒരു അടുത്തൊരു നോക്ക് എടുക്കുന്നു. ടിവിയെ നല്ല രീതിയിൽ സ്പ്ലിറ്റ് ഓഫ് ആയി പോയി. ടിവിക്ക് നല്ല ഒരു പണി കിട്ടിയിട്ടുണ്ട്. ഇറ്റാച്ചി അവിടെ നോക്കാവുന്നു. ഇറ്റാച്ചിയെ ഫിനിഷ് ഓഫ് ആക്കുന്നു. ആൻഡ് ടിവിയെ വേഴ്സസ് സ്റ്റീവ് അവിടെ നോക്കാനുള്ള എല്ലാ ചാൻസും. ടിവിയെ വേഴ്സസ് Z30. ആൻഡ് ടോറസ് അവിടെ നോക്കാവുന്നു. ടോറസ് നോക്കായിരിക്കുന്നു. ആൻഡ് സ്റ്റീവ് അവിടെ നോക്കാവുള്ള സാവേജ് അവിടെ നോക്കെടുക്കുന്നു. ആൻഡ് അടുത്ത സാവേജിനെ നോക്കാക്കുന്നു. സ്റ്റീവിനെ അസീം അവിടെ ഇറ്റാച്ചിയെ ഫിനിഷ് ഓഫ് ചെയ്ത് കളഞ്ഞിരിക്കുന്നു. ഒരു 2v3 ആണോ? ഇല്ല, Z30ക്ക് ഇഷ്ടം പോലെ പ്ലേയേഴ്സ് എലേ ഉണ്ട്. ആൻഡ് വില്ലു പ്രൊഫസർ അവിടെ അസീമിനെ നോക്കാക്കുന്നു. സ്നൈപ്പ് അവിടെ ഫിനിഷ് ഓഫ് ആയി പോകുന്നു. വില്ലു അവിടെ നോക്കാവുന്നു. നീലിന് അവിടെ പണി കിട്ടിയിട്ടുണ്ട്. നീലിന് ടിവിക്ക് മൊത്തത്തിൽ പണി കിട്ടി. കളി പോയിരിക്കുന്നു ടിവിയുടെ കയ്യിൽ നിന്ന്. ഡെസ്ട്രോ വേഴ്സസ് ഫെക്സർ. ഡെസ്ട്രോയെ ഫെക്സർ അടിച്ചിരുന്നു. ഡെസ്ട്രോയെ അവിടെ ഫെക്സർ ഇട്ട്. ടിവിക്ക് ഒരു പ്ലെയർ മാത്രമാണ് കറന്റ് ബാക്കിയുള്ളത്. ടിവിക്ക് കില്ലുകളൊന്നും തന്നെ 3 കില്ല് സെക്യൂർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ടിവിക്ക് ഒരു പ്ലെയർ മാത്രമാണ് ബാക്കി. എന്തായാലും നമുക്ക് നോക്കാം. തൊട്ട് ബാക്കിലായിട്ട് RC7 ഉണ്ട്. തൊട്ട് ബാക്കിൽ അവിടെ R7 ഉണ്ട്. അവിടെ Z30 അവരുടെ പ്ലേയേഴ്സിനെ എല്ലാം റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് നോക്കാം. സോ നോക്കുവാണെങ്കിൽ നല്ലപോലെ തന്നെ സ്പ്ലിറ്റ് ആയി പോയി ടിവിയെ. അതുകൊണ്ട് തന്നെ ആ ഒരു പണി നല്ലപോലെ കിട്ടുന്നുണ്ട്. കാരണം 2 സൈഡിലും ഹൈറ്റ് അഡ്വാൻറ്റേജ് എടുത്താണ് C30 നല്ലപോലെ കളിച്ചത്. അത് പക്ഷേ റീഡ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ പണി പാളി ടിവിയുടെ കയ്യിൽ. ഇപ്പം നീല് മാത്രമാണ് ബാക്കിയുള്ളത്. ബാക്കി എല്ലാവരും തന്നെ ടിവിക്ക് പോയിട്ടുണ്ട്. സോ ഒരു കംബാക്ക് ആരുടെ സൈഡിൽ നിന്ന് ആർക്കായിരിക്കും എന്ന് ടിവിക്ക്. കാരണം 3 പോയിന്റും അതുപോലെ തന്നെ ആഷ് ഇപ്പോൾ വൈപ്പ് ഓഫ് ആവുകയാണെങ്കിൽ ആഷ് 12 ഫസ്റ്റ് വൈപ്പ് ആവുന്ന സ്കോഡ് ആവേണ്ടി വരും. നീല് വൈപ്പ് ഓഫ് ആവുകയാണെങ്കിൽ ആദ്യം എലിമിനേറ്റ് ആവുന്ന ടീം ടിവി ആയിരിക്കും. നീലിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. സോ നീലിന്റെ സർവൈവൽ ചാൻസ് വളരെ കുറവായിരിക്കും. സോ നീൽ ആൻഡ് ടിവിയെയാണ് മാഫിയേക്കാളും മുമ്പിൽ വൈപ്പ് ഓഫ് ആവുന്ന 3 പോയിന്റോട് കൂടി ടിവിയെ വൈപ്പ് ഓഫ് ആയി പോകുന്നു. ആൻഡ് 73 പോയിന്റ് മുകളിൽ വരുന്ന ഏത് ടീമിനും #2 വരാൻ പറ്റുന്ന ഒരു ചാൻസ് ഉണ്ട് ഇവിടെ. നമുക്ക് നോക്കാം. 73 പോയിന്റ്സ് ആണ് കറന്റ് ടിവിയുടെ സൈഡിൽ നിന്ന് എടുത്തിട്ടുള്ളത്. 11 ടീമുകൾ 84 പ്ലേയേഴ്സുമാണ് നമുക്ക് ബാക്കിയുള്ളത്. നമുക്ക് നോക്കാം. എന്തായാലും അടുത്തൊരു ടീം. സോ നോക്കുവാണെങ്കിൽ 11 ടീം ബാക്കി, 84 പ്ലേയേഴ്സ് ആണ് ബാക്കിയുള്ളത്. സോ ഒരു ടിവിയെ തന്നെ ആദ്യം പോയോണ്ട് തന്നെ ഇനി ആ ഒരു പോയിന്റ് ടേബിൾ കയറാൻ ഇനി കുറച്ച് പേർക്കൊക്കെ സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെ കളിക്കുമെന്ന് നമുക്ക് കണ്ടറിയാൻ നോക്കാം. സോ പോയിന്റ് ടേബിളിലേക്ക് ഇനി വരാൻ എന്തായാലും TGAക്കും എൽ ക്ലാസിക്കോയ്ക്കും RZ7 ഒക്കെ ചാൻസ് ഉണ്ട് സെക്കൻഡിലേക്ക് വരാൻ. ആൻഡ് നമുക്ക് നോക്കാം. ഒസാക്ക അവിടെ മാഫിയയിലെ ലാസ്റ്റ് പ്ലെയറിനെ ഫിനിഷ് ഓഫ് ആക്കി കളയുന്നു. ഒസാക്ക 10 ടീമും 81 പ്ലേയേഴ്സും വരെയായിട്ടുള്ള ഈ ഒരു സോൺ ഫൈനൽസിന്റെ ഫൈനൽ മാച്ച് 5 കിൽ എടുത്തിട്ടുണ്ടല്ലേ? അല്ലേ 5 കിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ. ഇപ്പോഴാണ് കിൽ പോയിന്റ് അപ്ഡേറ്റ് ആയത്. അപ്പൊ 5 കിൽ എടുത്തിട്ടുണ്ട്. 81 പോയിന്റിന് മുകളിൽ ആരെടുത്താലും അവർക്ക് #2 വരാൻ പറ്റുന്നതായിരിക്കും. 81 പോയിന്റ്. സോ നോക്കുകയാണെങ്കിൽ C13-നും DLX-ഉം ആണ് ഇപ്പോൾ പോയിന്റ് ടേബിളിൽ ഫ്രണ്ട് നിൽക്കുന്നത്. ഈ ഒരു മാച്ചിൽ ഫൈനൽസ് ആണ്. വീണ്ടും ഒരു മൗണ്ടനിലോട്ടാണ് ആ ഒരു സോൺ വരുന്നത്. സോ ആദ്യം ഈ ഒരു ടൂർണമെന്റ് ഫൈറ്റ് ആയി. സോ
TGA സോൺ ഔട്ടിലാണ് സ്റ്റില്. നോക്കുവാണെങ്കിൽ ഒരു ഫൈനൽ മാച്ച് ഫസ്റ്റില് ഒരു മൗണ്ടൻ സോണാണ് വന്നത്. അതേപോലെ തന്നെ ഫൈനൽസിന്റെ ഫൈനൽ മാച്ചും ആ ഒരു മൗണ്ടൻ സോൺ തന്നെ ആയിരിക്കും വരുന്നത് മിക്കവാറും. സോ നമുക്ക് കണ്ടറിയാം. ആരെങ്കിലും ഇപ്പൊ തന്നെ മൗണ്ടൻ പിടിച്ചു വെച്ചിട്ടുണ്ടോ നമുക്കൊന്ന് കണ്ടറിയാം. എന്തായാലും പാക്കൊന്ന് നോക്കേണ്ടതാണ്. യെസ്, മാസാണ് ആ ഒരു ഹൈറ്റ് അഡ്വാൻറ്റേജ് പിടിച്ചിരിക്കുന്നത്. പക്ഷേ മാസിലെ പ്ലേയേഴ്സ് അംഗം കുറവാണല്ലേ, 5 പേരെ മാത്രം ഉണ്ട്. ഓക്കെ, 4, 5, 6, 7, 8, 9 പേര്. 9 പേര്. ഓക്കെ, So, സോ കറന്റ് 10 പ്ലേയേഴ്സും അതുപോലെ 10 ടീമും അതുപോലെ തന്നെ 83 പ്ലേയേഴ്സുമാണ് കറന്റ് എലൈവ് ആയിട്ടുള്ളത്. നമുക്ക് നോക്കാം എന്താകുമെന്ന് നമുക്ക് നോക്കാം. സോ ഹിയർ വി ഗോ. ഓ, ഇവിടെ RSH7 എക്സസ് ഇറ്റാലിയ നടക്കാനുള്ള ചാൻസ്. RSH7 വേഴ്സസ് ഇറ്റാലിയ നല്ല പോലെ ആ ഒരു പൊസിഷൻ പിടിച്ചു നിർത്താൻ തന്നെ വീണ്ടും ട്രൈ ചെയ്യുന്നുണ്ട്. KVA വേഴ്സസ് KVA നടന്നിരിക്കുന്നു. KVA ബച്ചീറ നോക്കായിരിക്കുന്നു, കോയ നോക്കിട്ടിരിക്കുന്നു. KVA വേഴ്സസ് KVA നടക്കുന്നു. നമുക്ക് നോക്കാം എന്ത്. കക്കാശി അവിടെ നോക്കാവോ? കക്കാശി നോക്കായില്ല. കക്കാശി ബിറ്റോ അവിടെ കക്കാശി നോക്കാക്കുന്നു. സാത്താൻ അവിടെ KVA അപ്പീലെ പാറ്റേൺ നോക്കാക്കുന്നു. ബിറ്റോ അവിടെ അടുത്ത് നോക്കിയിരിക്കുന്നു. ആൻഡ് KVAക്ക് നല്ല രീതിയിൽ പണി കിട്ടി. ബ്ലാക്ക് സ്കോഡ് സിദ്ധു അവിടെ നോക്കിടുന്നു. ക്യൂബൻ അവിടെ ഒരു നോക്കെടുക്കുന്നു. ഡ്രേക്കനെ അവിടെ വിംബി അടിക്കുന്നുണ്ട്. വിംബി വേഴ്സസ് ഡ്രേക്കൻ. BS സാത്താൻ അവിടെ ക്രിസ്ത്യൻ നോക്കാക്കുന്നു. ഡ്രേക്കൻ മാത്രമാണോ KVAക്ക് ബാക്കി നോക്കാം. KVAക്ക് ബാക്കി ആരാണ് നോക്കുക? KVAക്ക് ഡ്രേക്കൻ. വെരി ക്രൂഷ്യൽ മാച്ച് ഫോർ ബ്ലാക്ക് സ്കോഡ്. ടോപ്പിലേക്ക് വരണമെങ്കിൽ ബ്ലാക്ക് സ്കോഡിന് ഫൈറ്റ് എടുത്തേ മതിയാവുള്ളൂ. ബ്ലാക്ക് സ്കോഡ് കറന്റ് 9 കില്ല്. ആൻഡ് ഇറ്റാലിയ KVAയുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു. ഇറ്റാലിയ വേഴ്സസ് KVA നടക്കാനുള്ള ചാൻസ്. ഇറ്റാലിയ വേഴ്സസ് ബ്ലാക്ക് സ്കോഡ് നടക്കുമെന്ന് നോക്കാം. ഹിറ്റ്മാനെ അവിടെ BS ദ കോയ ഫിനിഷ് ചെയ്ത് കളയുന്നു. ആൻഡ് ഇറ്റാലിയ വേഴ്സസ് ബ്ലാക്ക് സ്കോഡ് നല്ല പോലെ തന്നെ ആ ഒരു ഫൈറ്റ് എടുത്തിട്ടുണ്ട്. KVA വേഴ്സസ് KVA നമ്മൾ കണ്ടത്. അതിൽ ബ്ലാക്ക് സ്കോഡാണ് ഇപ്പോൾ നമ്മുടെ പ്ലേയേഴ്സ് കൂടുതലുള്ളത്. ഇറ്റാലിയ നോക്കുകയാണെങ്കിൽ ആ ഒരു ഫൈറ്റ് എടുക്കാതെ തന്നെ ഇറ്റാലിയ റൊട്ടേറ്റ് ചെയ്ത് കയറുന്നുണ്ട്. KVAയിലെ ഡ്രേക്കൻ എന്തായാലും അവിടെ മരമായി മാറി. ഇനി എന്താണെങ്കിലും KVAക്ക് ആ ഒരു പൊസിഷൻ പോയിന്റ് വെച്ചിട്ട് വലുതായിട്ട് ഇമ്പാക്റ്റ് ഒന്നും ലീഡർ ബോർഡിൽ വരാൻ സാധ്യതയില്ല. സോ നമുക്ക് നോക്കാം. ഓക്കെ, RC7 വേഴ്സസ് TGA നോക്കുന്നുണ്ട്. TGA സോണിന്റെ അത് കയറുമ്പോൾ തന്നെ RC7 നല്ലപോലെ ടാഗ് കൊടുക്കുന്നുണ്ട്. TGA വേഴ്സസ് RSH7 നടക്കുമെന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം. RSH7 നല്ല പോലെ ടാഗ് കിട്ടുന്നു. നല്ല പോലെ മാസ് അൺബാൻ അവിടെ. ഈ മാസ് വേഴ്സസ് ഈസി നടക്കുന്നു. മാസ് വേഴ്സസ് ഈസി നടക്കുന്നുണ്ട് അവിടെ. മാസിലെ 2 പ്ലേയേഴ്സ് ഈസിയിലെ പ്ലേയേഴ്സിനെ അടിച്ചിട്ടിരിക്കുന്നു. നമുക്ക് നോക്കാം എവിടെയാണെന്ന്. മാസ് വേഴ്സസ് ഈസി. ആൻഡ് മല ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. സ്റ്റിൽ അവർ 2 പ്ലേയേഴ്സ് താഴെ പോയിട്ടുണ്ട്. ബാബയും വോൾട്ടിനും താഴെ വീണു. ആൻഡ് Z30 ഒരു പ്ലെയർ അവിടെ KVAയിലെ ഡ്രേക്കിനെ ലാസ്റ്റ് മാനേജ് എടുക്കുന്നു തോന്നുന്നു. 9 ടീമുകൾ മാത്രം ബാക്കി. 73 പ്ലേയേഴ്സ് ആണ് കറന്റ് നമുക്ക് ഇലയുള്ളത്. സോ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ താഴോട്ടാണ് സോൺ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ താഴ്ന്ന് നമ്മുടെ മാസിന്റെ അടുത്തോട്ട് വേറെ ടീം വരുന്നുണ്ട്, പുഷ് ചെയ്ത് വരുന്നുണ്ട്. മാസിന്റെ അടുത്ത് ECM അതുപോലെ തന്നെ താഴെ ഇറ്റാലിയയും. യെസ്, സോ ഇനി RC7 TGA ആണ് സോണിൻ്റെ അകത്ത് വരുന്നത്. സോ TGA നോക്കുകയാണെങ്കിൽ RC7 നല്ലപോലെ ടാഗ് കൊടുക്കുന്നുണ്ട്. ലോഡ് ഫ്ലാക്കോ അവിടെ വീണിട്ടില്ലെന്ന് തോന്നുന്നു. വീഴുമെന്ന് തോന്നുന്നു. ഓ, അവിടെ ബ്ലാക്ക് സ്കോഡ് അവിടെ പുഷ് ചെയ്ത് വന്നു. ഫ്ലിക്ക് അവിടെ ആദ്യത്തെ നോക്കെടുക്കുന്നു. ഫ്ലിക്ക് അവിടെ നോക്കുന്നു. വിംസി ഒരു നോക്കെടുക്കുന്നു. സാത്താൻ അവിടെ തിരിച്ചൊരു നോക്കെടുക്കുന്നു. സാത്താൻ ആൻഡ് അവിടെ പപ്പു ഒരു നോക്കെടുക്കുന്നു. ദിനൂബ് ഒരു നോക്കെടുക്കുന്നു. വിംപി ഒരു നോക്കെടുക്കുന്നു. തലപ്പതി ഒരു നോക്കെടുക്കുന്നു. വിറ്റോ അവിടെ നോക്കാവുന്നു. RSH ദിനൂബ് സ്പൈഡിയെ നോക്കാക്കുന്നു. ആൻഡ് ലോഡ് ഫാൽക്കോ ഒരു നോക്കെടുക്കുന്നു. ആൻഡ് കറക്റ്റ് സമയത്ത് പുറകിൽ നിന്നും അടി വരുന്നുണ്ട് 2 പേർക്കും. തലപ്പതി അവിടെ നോക്കെടുക്കുന്നു. ജിൻസക്കായി അവിടെ നോക്കെടുക്കുന്നു. TGA കറക്റ്റ് RSH7 അവിടെ ബ്ലാക്ക് സ്കോഡിനെ വൈപ്പ് ഓഫ് ആക്കി കളഞ്ഞു. പക്ഷെ കറക്റ്റ് സമയത്ത് TGAയുടെ തേർഡ് പാർട്ടി TGA അവിടെ ഫ്ലാക്കോക്ക് നല്ല ടാഗ് കിട്ടുന്നുണ്ട്. ആൻഡ് എന്തായാലും അവിടെ തലപ്പതി വീഴാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. തലപ്പതി വീണു. RSH7 റോബ് ലൂക്കി അവിടെ തലപ്പതിയെ നോക്കാക്കുന്നു. അവിടെ ഇൻസ്റ്റന്റ് ഒരു റിവൈവൽ നടക്കുമോ നമുക്ക് നോക്കാം. TGA എന്തായാലും പുഷ് ചെയ്ത് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു റിവൈവ് എന്തായാലും പോസിബിൾ ആണ്. പക്ഷേ ഓക്കെ, വീണ്ടും സ്മോക്ക് ഇട്ടിട്ട് ആ ഒരു റിവൈവൽ ചെയ്യാണ്. നോക്കണേ, EC വീണ്ടും താഴെ വീണ് നോക്കായിട്ടുണ്ട് ക്വാർട്ടർ. സോ ക്വാർട്ടർ എന്തായാലും തീർന്നിരിക്കുന്നു.
ഈസിയിലെ പ്ലേസ് ഡൗൺ ആണ്. മാസ് നോക്കുകയാണെങ്കിൽ മാസ് വേഴ്സസ് ഈസിയാണ്. പക്ഷെ മാസിന്റെയും സിസിക്ക് സോണിൽ കയറണം. അത് പക്ഷേ ഈ ഒരു സോണിലോട്ട് കയറാൻ കുറച്ച് കഷ്ടപ്പാടാണ്. ഈസി നോക്കുകയാണെങ്കിൽ ഹെൽത്ത് അടിച്ചുകൊണ്ടിരിക്കുവാണ്. ഒരു ഹീൽ ബാറ്റിൽ ഈസി ഡാർക്ക് ഇതോ തേഞ്ഞിറങ്ങി പോകുന്നു. നമുക്ക് നോക്കുകയാണെങ്കിൽ മാസ് അൻപാനാണെങ്കിൽ ആ ഒരു പിക്ക് കൊടുത്തിട്ടുണ്ട്. സോ ഇറ്റാലിയുടെ അടുത്തോട്ടാണ് വരുന്നത്. അല്ല മാസ് വേഴ്സസ് CM ആണ്. C30 ആൻഡ് വിപ്സി അവിടെ ഇറ്റാലിയയിലെ ഒരു പ്ലെയറിനെ നോക്കാക്കുന്നുണ്ട്. വിപ്സി ഇറ്റാലിയ വേഴ്സസ് ടുങ് സഹൂർ. ടുങ് സഹൂറിനെ അവിടെ നോക്കായി. ടുങ് സഹൂറാണ് ഈ വട്ടവും ചത്തുപോയത്. അവൻ വീശി വരുമ്പോൾ അത് പറയുമായിരിക്കും എക്സ്പീരിയൻസ്. വിപ്സി അവിടെ ടുങ് സഹൂറിനെ ഫിനിഷ് ഓഫ് ആക്കി കളയുന്നു. നമുക്ക് നോക്കാം, എന്തായാലും നോക്കാം. ആൻഡ് മാസ് അൻപാൻ അവിടെ വരുന്നു. ജോസൂട്ടി അവിടെ കയറുന്നുണ്ട്. ഇറ്റാലിയ വേഴ്സസ് TGAക്ക് നല്ല രീതിയിൽ പണി കിട്ടിയ ഒരു അവസ്ഥയാണ്. TGAക്ക് ഇറ്റാലിയക്ക് നല്ല രീതിയിൽ രണ്ട് സൈഡിൽ നിന്നും നല്ലതുപോലെ അടി കിട്ടിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് സോണിലേക്ക് കയറണം. DLX തൊട്ട് മുകളിലുണ്ട്. ഇറ്റാലിയക്ക് ടോട്ടലി പണി പാളിയതുപോലെ എല്ലാ സൈഡിൽ നിന്നും ഫൈറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അവിടെ നിന്ന് TGA കൊമ്പൻ ഇസത്തേട്ടി അഗസ്റ്റിനെ അവിടെ നോക്കാക്കുന്നു. കൊമ്പന്റെ ഒക്കെ നല്ലൊരു നോക്ക്. നോക്കുകയാണെങ്കിൽ 40 സെക്കൻഡാണ് ബാക്കി. 40 സെക്കൻഡിൽ അവർ എല്ലാവർക്കും സോൺ ഔട്ട് കയറണം. സോ ഇറ്റാലിയ ഓൾറെഡി കയറാനുള്ള പരിപാടി നോക്കുകയാണെങ്കിൽ മേളിൽ നിന്ന് DLX അവിടുന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റാലിക്ക് എന്തുകൊണ്ടും നല്ല പോലെ പണി പാളിയിരിക്കുവാണ്. എല്ലാ സൈഡിൽ നിന്നും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് നോക്കാം. RC7 വേഴ്സസ് ഇറ്റാലിയ വേഴ്സസ് C30 പണി പാളി. RC7 ദ നൂബ് C30 ഡെക്കോറിനെ ബുക്ക് ചെയ്തിട്ടുണ്ട്. RZ7 സൈഡിൽ നിന്ന് ഒരു കംബാക്ക് ആണെന്ന് തോന്നുന്നു. RZ7 ഇപ്പോൾ തന്നെ 14 കില്ല് സെക്യൂർ ചെയ്തിരിക്കുന്നു. നമുക്ക് നോക്കാം. TGA വേഴ്സസ് ഇറ്റാലിയ. ജോസൂട്ടി അവിടെ നോക്കാവുന്നു. ഇറ്റാലിയ ജോസൂട്ടി അവിടെ ഫിനിഷ് ഓഫ് ആക്കിയിട്ടുണ്ട്. ആൻഡ് അവിടെ ഒരു കറക്റ്റ് തേർഡ് പാർട്ടി ആയിട്ട് അവിടെ നിന്ന് RZ7 വരുന്നുണ്ട്. RZ7 അവിടെ നിന്ന് ഒരു തേർഡ് പാർട്ടി വരുന്നുണ്ട്. നമുക്ക് നോക്കാം എന്ത് സംഭവിക്കാമെന്നുള്ളൊരു സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. ഇറ്റാലിയക്ക് നല്ലതുപോലെ TGAക്കും നല്ലപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പണിയിട്ട്. ഒസാക്ക അവിടെ നോക്കിടുന്നു. മാധവനുണ്ണി അവർ നോക്കിടുന്നു. ട്രാഗ് അവിടെ നോക്കുന്നു. TGA വൈപ്പിംഗ് ഓഫ് ആണ്. TGA വൈപ്പ് ആയിട്ടില്ല. TGAയിൽ ഒരു പ്ലെയറും കൂടെ ബാക്കിയുണ്ട്. കറക്റ്റ് സമയത്ത് അവിടെ നിന്ന് RZ7 കയറി വരുന്നുണ്ട്. RZ7 അവിടെ 14 കില്ല് ഓൾറെഡി സെക്യൂർ ചെയ്തിട്ടുണ്ട്. ഇറ്റാലിയ അവിടെ RZ7 വൈപ്പ് ഓഫ് ആക്കുമോ നമുക്ക് നോക്കാം. ഇറ്റാലിയ വേഴ്സസ് ഇറ്റാലിയക്ക്. പക്ഷേ ഇറ്റാലിയ സോണിനകത്തോട്ട് കയറുമ്പോൾ DLX അവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. DLX വേഴ്സസ് RZ7 നടക്കുമോ നോക്കാം. അല്ല, 8 ടീമുകൾ ഇനിയും ബാക്കിയുണ്ട്. അവിടെ DLX ആൻഡ് ഇവിടെ RZ7 നോക്കിക്കഴിഞ്ഞാൽ 21 കില്ലോട് കൂടി RZ7 ഒരു കംബാക്ക് ആണെന്ന് തോന്നുന്നു. RZ7 ഇപ്പോൾ തന്നെ 80 പോയിന്റോളം സെക്യൂർ ചെയ്തിട്ടുണ്ട്. RZ7 അല്ല 70 പോയിന്റ് സെക്യൂർ ചെയ്തിട്ടുണ്ട് RZ7 ഇവിടെ. ചില മെമ്പേഴ്സ് കുറെ പേര് സോൺ ഔട്ടിൽ ഡൗൺ ആയിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ മാസ് നല്ലപോലെ ടാഗ് എടുക്കുന്നുണ്ട്. മാസ് നല്ലപോലെ പിക്ക് എടുക്കുന്നുണ്ട്. മാസ് ഡിവൈൻ ഒരു പിക്ക് എടുക്കുന്നുണ്ട്. DLX റൂട്ട് ഒരു പിക്ക് എടുക്കുന്നുണ്ട്. TGA അവിടെ വൈപ്പ് ആയിട്ടുണ്ട്. TGA വൈപ്പിംഗ് ഓഫ്. TGA 2 കില്ലോട് കൂടി അവിടെ വൈപ്പായി പോയിട്ടുണ്ട്. ആൻഡ് ഇവിടെ RZ7 23 കില്ലോട് കൂടി RZ7 ഇവിടെ നിൽക്കുന്നു. ആൻഡ് ഇസത്തേട്ടി വിപ്സി RZ7 വിപ്സിയെ അവിടെ ഫിനിഷ് ഓഫ് ആക്കുന്നു. 4 ടീമുകൾ മാത്രം ബാക്കി. വെറും 4 ടീം ഫൈനൽസിന്റെ ഫൈനൽ മാച്ചില് വെറും 4 ടീമാണ് ബാക്കി. ഫ്ലിക്ക് ഇതാ എഴഞ്ഞു പോണം. നമുക്ക് കാണാൻ നോക്കണമെങ്കിൽ 4 പ്ലേയേഴ്സ് 4 ടീമും 17 പ്ലേയേഴ്സ് ആണ്. ഇറ്റാലിയ നേരത്തെ തന്നെ വൈപ്പായി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലീഡർ ബോർഡ് ഒരു ചേഞ്ച് വരുമ്പോൾ ഒന്ന് കണ്ടറിയാം. എന്തായാലും നമുക്ക് വെയിറ്റ് ആൻഡ് സീ. ലെറ്റ്സ് സീ ആരായിരിക്കും ഈ ഒരു ടൂർണമെന്റ് ചാമ്പ്യൻസ്. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. കുറച്ച് പേരും കൂടെ ബാക്കിയുള്ളൂ. C30 ഡൗൺ ആയിട്ടുണ്ട് സോണോട്ടില്. RC7 വേഴ്സസ് മാസ് വേഴ്സസ് ഒരു ടീം കൂടെ ഉണ്ടല്ലോ. CM ആണെന്ന് തോന്നുന്നു. മാസ് പുഷ് ചെയ്ത് വരുന്നുണ്ട്. ഈ ഒരു ഫൈറ്റ് എന്തായാലും അവർക്കെടുത്ത് ജയിച്ചേ പറ്റുള്ളൂ. RZ7 ഇല്ല. RZ7 2 പ്ലേയേഴ്സും നോക്കായിട്ടുണ്ട്. അവിടെ CM അകത്തോട്ട് കയറി വരുന്നു. CM ലാസ്റ്റ് സർക്കിൾ. CM വേഴ്സസ് മാസ്. ആഷ് 2ലേക്ക് എത്തിച്ചു കൊടുത്തിരിക്കുന്നു മാധവനുണ്ണി. 24 കില്ല് കൊണ്ട് 30 പോയിന്റ് ആണ് RZ7 ഇവിടെ സെക്യൂർ ചെയ്തിരിക്കുന്നത്. 30 പോയിന്റ് സെക്യൂർ ചെയ്തിരിക്കുന്നു RZ7. ഡീപ്പ് അറ്റാക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല, അവർ കില്ല് കൊടുക്കുന്നില്ല. സോൺ ഔട്ടിലോട്ട് പോകുന്നുണ്ട് മാധവനുണ്ണി. സോൺ ഔട്ടിൽ കില്ല് കൊടുക്കാൻ നോക്കുന്നു തോന്നുന്നു. ഫൈനൽ മാച്ച്. മാസ് ഇവിടെ ഒരു 19 കില്ലെടുത്ത് 29 പോയിന്റ് സെക്യൂർ ചെയ്ത് മാസ്
തിരിച്ചു വന്നിരിക്കുന്നു. ആൻഡ് ഇതാണ് ഫൈനൽ മാച്ചിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. RZ7 24 കില്ലോട് കൂടി 30 പോയിന്റ് സെക്യൂർ ചെയ്തിരിക്കുന്നു. മാസ് നോക്കുവാണെങ്കിൽ 19 കില്ലോട് കൂടി ആഷ്1 ആണ് 29 പോയിന്റ് സെക്യൂർ ചെയ്തിരിക്കുന്നു. Z30 നോക്കുവാണെങ്കിൽ ആഷ്4 ആണ് 16 കില്ലോട് കൂടി 20 പോയിന്റ് സെക്യൂർ ചെയ്തിരിക്കുന്നു. ആൻഡ് ബ്ലാക്ക് സ്ക്വാഡ് നോക്കുവാണെങ്കിൽ ആഷ്9 ആണ് 15 കില്ലോട് കൂടി 15 പോയിന്റ് സെക്യൂർ ചെയ്തിരിക്കുന്നു. ആൻഡ് ആഷ്5 RZ7X DLX ആണ് 7 കില്ലോട് കൂടി 10 പോയിന്റ് സെക്യൂർ ചെയ്തിരിക്കുന്നു. ആൻഡ് ആഷ്3 നമ്മുടെ ചോട്ടാ മുംബൈ ആണ് 2 കിലോട് കൂടി 7 പോയിന്റ് സെക്യൂർ ചെയ്തിരിക്കുന്നു. ആൻഡ് ഇറ്റാലിയ നോക്കുവാണെങ്കിൽ ഇറ്റാലിയ ആഷ്8 ആണ് 5 കിലോട് കൂടി 6 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. TV ആഷ്12 ആണ് 5 കിലോട് കൂടി 5 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. ആൻഡ് TGA ആഷ്7 ആണ് 2 കിലോട് കൂടി 3 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. ആൻഡ് എൽ ക്ലാസിക്കോ നോക്കിയാൽ ആഷ്6 ആണ് 0 കിലോട് കൂടി 2 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. മാഫിയ നോക്കുവാണെങ്കിൽ ആഷ്11 ആണ് 1 കിലോട് കൂടി 1 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. ആൻഡ് KVA ആഷ്10 ആണ് 0 കിലോട് കൂടി 0 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. ആൻഡ് ഹിയർ വി ഗോ ദ പ്ലെയർ സ്റ്റാറ്റസ്. സോ നോക്കുവാണെങ്കിൽ RZ7 ദ നൂബാണ് 5 കിലോയുടെ MVP ആയിട്ടിരിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ ലോഡ് ഫ്ലാക്കോയും 5 കിലോയുടെ നിൽക്കുന്നുണ്ട്. മാസിലെ ബുള്ളോപ്പി 4 കില്ല്, മാസിലെ ഡിവൈൻ 4 കില്ല്, മാസിലെ അൻപർ 4 കില്ല്, ഈ C30 ഡെക്കാറിയോ 4 കില്ല്, BSലെ കോയ 3 കില്ല്, RZ7 ജിൻസക്കായി 3 കില്ല്, BSലെ വീറ്റം 3 കില്ല്, RZ7 വിസ്റ്റം 3 കില്ല്, മാസിലെ ബീഫ് അറ്റാക്കി 3 കില്ല്. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ ഫൈനൽസിന്റെ ഫൈനൽ മാച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം ആരാണ് ലീഡർ ബോർഡിൽ ഫസ്റ്റ് എന്ന്. സോ ഫൈനൽ മാച്ചിന്റെ ഗ്രാൻഡ് ഫൈനൽസിന്റെ റിസൾട്ട് വെബ്സൈറ്റിൽ നോഡ് ഇട്ട ലിങ്ക് ഇല്ലേ, അതിൽ കയറിയാൽ മതി. അതിന്റെ മറ്റേ ഇത് കാണിക്കണ്ട കേട്ടാ, ഫുൾ സ്ക്രീൻ ആക്കിയിട്ട് കയറിയാൽ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ടോ അതില്? അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഹിയർ വി ഗോ ദ ഫൈനൽ റിസൾട്ട്. ഏറ്റവും ഫൈനൽ റിസൾട്ട് ഇവിടെ പബ്ലിഷ് ചെയ്യാൻ പോവാണ് നമ്മൾ. ഫൈനൽ റിസൾട്ട് പാട്ടും കൊള്ളാം, ആ ബാക്ക്ഗ്രൗണ്ടില് മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് നെഞ്ചിടിപ്പ് വരുന്ന ബാക്ക്ഗ്രൗണ്ട്. So guys, here we go. I am revealing the final point table. നിക്ക്, ഞാൻ ഗ്രാൻഡ് ഫൈനൽസ് ആക്കിയില്ല. ഗ്രാൻഡ് ഫൈനൽസ് ആക്കിക്കോട്ടെ. 4 മാച്ചാ വന്നിട്ടുള്ളല്ലോ. അപ്ഡേറ്റ് ആയിട്ടില്ല. റീഫ്രഷ് ചെയ്താൽ മതിയോ? 2 മിനിറ്റ് അന്ന് ചെക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ. F11 അടിച്ചോ? F11 ഇല്ലല്ല, വെയിറ്റ്, ഞാൻ എന്താ ആയിട്ടില്ല. 4 മാച്ച് ആയിട്ടില്ല, 5 മാച്ച് ആയിട്ടില്ല. അല്ല, F11 ഫുൾ സ്ക്രീൻ ആക്കി. അത് അന്നേരം റീഫ്രഷ് അടിക്കാൻ പറ്റൂല, അതല്ലേ? ഞാൻ സ്ക്രീൻ ഐഡിയ ചെയ്തേക്കുവാ. കുഴപ്പമില്ല. കുഴപ്പമില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊള്ളാം. ഹാർട്ട് അറ്റാക്ക് വരും. അവസാനത്തെ ആ റൗണ്ടിൽ ടോപ്പ് നിന്ന ടീംസ് ആരും വന്നിട്ടില്ല എന്നുള്ളതാണ്. അതെ, ഒന്നും പറയണ്ട. ഇപ്പൊ വെയിറ്റ് ചെയ്യാം. അതെ, ഇങ്ങനെ വേണമെങ്കിലും മാച്ച് മാറാം. അയ്യോ, ഫിനിഷ് ചെയ്ത കാര്യമാണ് പറഞ്ഞത് ലാസ്റ്റ് റൗണ്ട്. എല്ലാരും കൂടി കേറാവുന്നു. ഇത് വേറെ അല്ലേ? ഇത് വേറെ. അല്ലല്ല, എനിക്ക് ടെൻഷൻ. ഇവർക്കാണ് ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ ടെൻഷൻ ഇപ്പൊ. സത്യം. അയ്യോ, അപ്ഡേറ്റ് ആയെന്ന് പറഞ്ഞു. അപ്ഡേറ്റ് ആയി. ഇല്ല, ലോഡാവുന്നതേ ഉള്ളൂ. 11 മാച്ചായി അല്ലേ? F11 അടിച്ചു. F11 അടിച്ചോ? നമ്മള് പറഞ്ഞ എന്ത് സംഭവിക്കാം, ലീഡർ ബോർഡില് എന്ത് ചേഞ്ചും വരാന്ന്. So here we go, the final
point table and final result of Eagle Gaming X Xlandis PvP, the Rampage the PvP tournament in the winner and the final scoreboard is here. And here we go. The final result is ഇറ്റാലിയ വിത്ത് 101 പോയിന്റോടുകൂടി ചാമ്പ്യൻ ആയിരിക്കുകയാണ്. ആൻഡ് അതുപോലെ തൊട്ട് താഴെ ടിവിഎ വിത്ത് 81 പോയിന്റോടുകൂടി #2 ആയിരിക്കുകയാണ്. ആൻഡ് ടോപ്പ് 3യിലേക്ക് RSZ7 ലൈനപ്പ് വന്നിരിക്കുന്നു 79 പോയിന്റോടുകൂടി. RSZ7 മൂന്നാമത്തെ ഇതിലേക്ക് വന്നിരിക്കുന്നു. ആൻഡ് തൊട്ട് താഴെ നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് സ്ക്വാഡ് വിത്ത് 64 പോയിന്റ് ആണ് നമ്മുടെ #4. ആൻഡ് TGA 58 പോയിന്റോടുകൂടി #5ലേക്ക് പോയിരിക്കുന്നു. ആൻഡ് എൽ ക്ലാസിക്കോ നോക്കിയാൽ #6ഓടുകൂടി 55 പോയിന്റ് എത്തിയിരിക്കുന്നു. ആൻഡ് #7 ഇവിടെ Z30യും എൽ ക്ലാസിക്കോയും 55 പോയിന്റ് ഷെയർ ചെയ്യുകയാണ്. ആൻഡ് മാസ് നോക്കിയാൽ #8ഓടുകൂടി 54 പോയിന്റ് ആണ് സെക്യൂർ ചെയ്തിരിക്കുന്നത്. ആൻഡ് KVA ഇവിടെ നോക്കുകയാണെങ്കിൽ 46 പോയിന്റ് സെക്യൂർ ചെയ്ത് 9ാം സ്ഥാനത്താണ് KVA. ആൻഡ് 10ാം സ്ഥാനത്ത് ചോട്ടാ മുംബൈ ആണ് 38 കില്ലോടുകൂടി 38 പോയിന്റോടുകൂടി ചോട്ടാ മുംബൈ ആണ് വന്നിരിക്കുന്നത്. ആൻഡ് 11ാമത് RSZ7X DLX ആണ് 35 പോയിന്റോടുകൂടി 11ാം സ്ഥാനത്ത്. അതുപോലെ മാഫിയ നോക്കുകയാണെങ്കിൽ 5 പോയിന്റോടുകൂടി 12ാം സ്ഥാനത്താണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതാണ് ഫൈനൽ റിസൾട്ട് ഈസ് ദിസ്. ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ഇറ്റാലിയ ഫോർ ബിക്കമിംഗ് ദ ചാമ്പ്യൻ ഓഫ് റാംപേജ്. ഈഗിൾ എക്സ് എക്സലൻസ് നടത്തിയ റാംപേജ് PvP ടൂർണമെന്റിന്റെ ചാമ്പ്യൻ ആയത് ഇറ്റാലിയാണ്. ആൻഡ് റണ്ണർ അപ്പ് ഈസ് TVA ആണ്. തലയെവെട്ടും അധോലോകം ഈസ് ദ റണ്ണർ അപ്പ്. ആൻഡ് RSZ7 ഈസ് ദ സെക്കൻഡ് റണ്ണർ അപ്പ് ഹിയർ. ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ഓൾ ദ ടീംസ് ആൻഡ് പ്ലേയേഴ്സ്. ആൻഡ് നമുക്ക് MVP ലേക്ക് പോവാം. MVP ഗ്രാൻഡ് ഫൈനൽസിൽ ഏറ്റവും കൂടുതൽ കില്ലെടുത്തിരിക്കുന്നത് ഒസാക്കയാണ്. ആൻഡ് ഓവറോൾ മാച്ചിൽ ഓൾ സ്റ്റേജസിലേക്ക് ഞാൻ പോവാണ്. ഹിയർ വി ഗോ. MVP ഓഫ് ദ ടൂർണമെന്റ് ആരായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. ടൂർണമെന്റ് MVP വിൽ ബി വില്ലു പ്രൊഫസർ ആൻഡ് ഇറ്റാച്ചി ഷെയറിംഗ് ഫസ്റ്റ് പ്ലേസ് വിത്ത് 30 കിൽസ്. 30 കില്ലോടുകൂടി വില്ലും ഇറ്റാച്ചിയും ഷെയർ ചെയ്തിരിക്കുന്നു ഒന്നാം സ്ഥാനം ഷെയർ ചെയ്തിരിക്കുന്നത് TVA വില്ലു പ്രൊഫസർ ആൻഡ് TVA ഇറ്റാച്ചിയാണ് 30 കില്ല്. 2ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് നോക്കിയാൽ CMന്റെ ഒരു പ്ലെയർ ആണ്. ആൻഡ് തൊട്ട് താഴെ നമ്മുടെ KVAയിലെ ഷെയ്ഖ് മുഹമ്മദ് ഉണ്ട്. അതുപോലെ KVAയിലെ വിംപി ഉണ്ട്. TGAയിലെ റോബ് ലൂക്കി ഉണ്ട്. BS ക്യൂബൻ ഉണ്ട്. ആൻഡ് Z30 ഒഡിസി ഉണ്ട്. RSZ7 വിസ്ഡം ഉണ്ട്. നീലകണ്ഠൻ ഉണ്ട്. നീലുണ്ട്. TGA സുരേഷ് ഉണ്ട്. മാസ് അൺബാൻ ഉണ്ട്. TVS സ്നൈപ്പ് ഉണ്ട്. മെസ്ബോയ് ഉണ്ട്. IGL ത്രാഗ് ഉണ്ട്. സോ ഇതാണ് ദ ഫൈനൽ റിസൾട്ട്സ്. ആൻഡ് പ്രൈസ് മണി ടൂർണമെന്റിന്റെ പ്രൈസ് മണി 3 ദിവസത്തിനുള്ളിൽ എല്ലാ ടീംസുകളുടെയും കയ്യിൽ അവരവരുടെ പ്രൈസ് പൂൾ എത്തുന്നതായിരിക്കും. ആൻഡ് എല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടീമിനെ സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ നിങ്ങളുടെ എല്ലാ പ്രൈസ് മണിയും ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതായിരിക്കും ഉടനെ തന്നെ. അപ്പോൾ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. ആൻഡ് സ്ലോട്ടിൻ്റെ കാര്യം ഞാനല്ല ഡിസൈഡ് ചെയ്യുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ അതിനെപ്പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ. ടോപ്പിൽ വന്ന 2 ടീമുകൾക്കും ഇവിടെ സ്ലോട്ട് ഇല്ല ആക്ച്വലി. സോ അപ്പോൾ ആ ഒരു സ്ലോട്ടിന് വേണ്ടി ആരായിരിക്കും ഫൈറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ ഡിസിഷൻ എടുക്കുന്നത് ഞാനല്ല. സോ അതിനെപ്പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് സ്റ്റിൽ ഞാൻ എനിക്ക് തോന്നിയ ഒരു കാര്യം പറയാണ്. വലിച്ചോട്ടാ പാപ്പ ഒരു മിനിറ്റ്. ആൻഡ് എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ അപ്പാപ്പ ഞാൻ ഈ ത്രൂ ഔട്ട് ദ ടൂർണമെന്റ് സ്പെക്ക് ചെയ്തത് കൊണ്ട് പറയുവാണ്. അല്ല ടൂർണമെന്റ് സ്പെക്ക് ചെയ്തത് കൊണ്ട് ഇല്ല, ഞാൻ പറയുവാണ്. ഞാൻ പറയട്ടെ. ടൂർണമെന്റ് സ്പെക്ക് ചെയ്തുകൊണ്ട് പറയുവാണ്. ഇപ്പൊ ടോപ്പിൽ നിൽക്കുന്ന എല്ലാ ടീംസും ഡിസേർവ്ഡ് ആണ്. ആൻഡ് എൻഡ് ഓഫ് ദി ഡേ ഡിസിഷൻ വിൽ ബി അത് എക്സ്ലാൻഡിസ്റ്റിന്റെ അഡ്മിൻ പാനലിൽ നിന്നായിരിക്കും. ആൻഡ് എൻ്റെ ഒരു